വയനാട്ടിൽ കോൺഗ്രസിന്റെ ലീഡേഴ്സ് സമ്മിറ്റ് വിജയകരമായി പൂർത്തിയായിരിക്കുകയാണ്. ഈ വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റ് പിടിച്ച് UDF അധികാരത്തിലെത്തുമെന്ന് ഉറപ്പു പറഞ്ഞാണ് നേതാക്കന്മാർ പിരിഞ്ഞത്. ഈ ലീഡേഴ്സ് സമ്മിറ്റിനെ വേറിട്ട് നിർത്തുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരം മാത്രമാണുള്ളത്: ശശി തരൂർ MP. 2 ദിവസം നടന്ന സമ്മിറ്റിലും ആദ്യ അവസാനം നിറഞ്ഞു നിന്നത് തരൂരായിരുന്നു. തരൂരിനെ ഇടക്കാലത്ത് പള്ളു പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താൻ അടക്കമുള്ള നേതാക്കന്മാർ പിന്നിൽ അണിനിരുന്നപ്പോഴാണ് തിരുവനന്തപുരം MP മുന്നിലേക്ക് കടന്നിരുന്നത്. UDF അധികാരം പിടിക്കുകയാണെങ്കിൽ കേരളത്തിൽ വലിയ പദവി സർക്കാരിൽ തരൂർ വഹിക്കുമെന്ന് ഉറപ്പാണ്. MP സ്ഥാനം തൽക്കാലം രാജിവെക്കേണ്ടതില്ലെന്ന് അറിയിച്ച കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കണമെന്ന നിർദ്ദേശം ശശി തരൂരിന് നൽകി കഴിഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലടക്കം തരൂരിനെ മാറ്റി നിർത്തിയ കോൺഗ്രസ് ഇപ്പോൾ കൂടെ ചേർത്ത് നിർത്തുന്നതിന് പിന്നിൽ ഒരു കാരണം മാത്രമാണുള്ളത്. അത് പ്രിയങ്ക ഗാന്ധിയുടെ നിർദ്ദേശം ഒന്നുകൊണ്ടാണ്. അങ്ങനെ മാറ്റി നിർത്തപ്പെടേണ്ട വ്യക്തിത്വമല്ലെന്നും കോൺഗ്രസിന്റെ നേതാവാണ് തരൂർ എന്നും പ്രിയങ്ക പറഞ്ഞതോടെയാണ് കേരളത്തിലെ കോൺഗ്രസുകാർ അടങ്ങിയത്. ഇതോടെയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വിധേയനായി തരൂർ മാറിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ താരപ്രചാരകനായി തരൂർ ഉണ്ടാകുമെന്ന് നേതൃത്വം അറിയിച്ചിട്ടുമുണ്ട്. ക്യാമ്പ് നല്ല അനുഭവമായിരുന്നെന്നും തന്റെ പാർട്ടി ലൈനിന് മാറ്റം ഉണ്ടായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു. പാർട്ടി ലൈനിന് മാറ്റമുണ്ടായെന്ന് ആരാണ് പറഞ്ഞതെന്ന മറു ചോദ്യവുമായാണ് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചത്. തരൂർ പാർട്ടി ലൈനിലേക്ക് തിരിച്ചു വന്നതിൽ വലിയ സന്തോഷമെന്ന KC വേണുഗോപാലിന്റെ പ്രതികരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു അഭിപ്രായം ചോദിച്ചത്. പാർട്ടി എപ്പോഴും തന്റെ ഒപ്പം നിൽക്കുന്നെന്നാണ് വിശ്വാസമെന്നും അത് ഏത് വിഷയത്തിലും തന്റെ അഭിപ്രായം പറഞ്ഞാൽ കൂടി ചില അടിസ്ഥാന വിഷയങ്ങളിൽ ഒരിക്കലും മാറ്റമുണ്ടായിട്ടില്ലെന്നും തരൂർ പറഞ്ഞു. പാർലമെന്റിലെ പ്രസംഗങ്ങളും മന്ത്രിമാരോടുള്ള ചോദ്യങ്ങളും നോക്കിയാൽ എല്ലാത്തിനും ഒരു ക്ലിയർ ലൈൻ ഉണ്ട്. അതിൽ കോൺഗ്രസിന് ബുദ്ധിമുട്ടുണ്ടാകേണ്ട കാര്യമില്ല. ചില കാര്യങ്ങളെക്കുറിച്ച് വെളിയിൽ പറയുകയോ എഴുതുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് മാധ്യമങ്ങൾ വിവാദങ്ങൾ ഉണ്ടാക്കുമ്പോൾ തലക്കെട്ടുകൾ മാത്രം നോക്കി ചിലർ അഭിപ്രായം പറയും. വായിച്ച ശേഷം ആളുകൾ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ താൻ കൂടുതൽ ദൂരം പോയിട്ടില്ലെന്നറിയും. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ആരുടെ മനസ്സിലുമില്ല എന്ന് പറയാനും തരൂർ സമയം കണ്ടെത്തി. 17 വർഷമായി കോൺഗ്രസിനായി സേവനം ചെയ്ത ശേഷം പെട്ടെന്ന് ഒരു തെറ്റിദ്ധാരണ ആവശ്യമില്ല. LK അദ്വാനിയുടെ പിറന്നാളിൽ പങ്കെടുത്തത് 98 വയസ്സായ ഒരാളുടെ പിറന്നാളിൽ പങ്കെടുക്കുകയെന്ന നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായാണ്. മോദിയെ താൻ പ്രകീർത്തിച്ചിട്ടില്ല എന്നും തരൂർ ആവർത്തിച്ചു പറഞ്ഞു. പാർട്ടി ഒറ്റക്കെട്ടായി ജനങ്ങൾക്കും അവരുടെ ആവശ്യങ്ങൾക്കുമൊപ്പം ശക്തമായി നിൽക്കണം. മുഖ്യമന്ത്രിയാകാൻ കഴിവുള്ള പലരുമുണ്ട്. അക്കാര്യത്തിൽ അവസാന തീരുമാനം MLA-മാരുടെ അഭിപ്രായം കൂടി അംഗീകരിച്ച് പാർട്ടി തീരുമാനിക്കും. എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്താറുണ്ടെന്നും ഇത്തവണ അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നും നേതാവ് പറയുമ്പോൾ കോൺഗ്രസ് ക്യാമ്പും ആവേശത്തിലാണ്. നേരത്തെ കോൺഗ്രസ് ഒരു വഴിയിലൂടെ മുന്നേറുമ്പോൾ മറുവഴി തേടുകയാണ് തരൂർ ചെയ്തത്. ഇത് പലവിധ പൊട്ടിത്തെറികൾക്കും വഴിമരുന്നിടാൻ കാരണമായിട്ടുണ്ട്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കന്മാർക്ക് ഇന്നും തരൂരിന്റെ കഴിവിൽ വിശ്വാസമുണ്ട്. അഗാധമായ പാണ്ഡിത്യം നാടിന്റെ നന്മയ്ക്കായി വിനിയോഗിക്കണമെന്നും അത് കോൺഗ്രസ് കൂടാരത്തിൽ നിന്നുകൊണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും നേതാക്കന്മാർ തരൂരിന് നൽകുന്നുണ്ട്. നേരത്തെ തരൂർ BJP-യോട് നോ പറഞ്ഞെങ്കിലും അന്തർധാര സജീവമാണെന്ന രീതിയിൽ ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾ ശരിവെക്കുന്ന സമീപനമാണ് ശശി തരൂരിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടിനെ അടുത്തിടെയും ശശി തരൂർ പുകഴ്ത്തിയിരുന്നു. സബ്കാ ആസാദ് സബ്കാ വികാസ് എന്ന മോദിയുടെ കാഴ്ചപ്പാട് ഗംഭീരമാണെന്ന് രണ്ടാമത് ഒന്ന് ആലോചിക്കാതെ തന്നെ ശശി തരൂർ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ തരൂരിനെ അടുപ്പിക്കേണ്ട എന്ന നിലപാടിലാണ് ആദ്യം രാഹുൽ ഗാന്ധി എത്തിയത്. പിന്നീട് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടാണ് രാഹുലിനെ കൊണ്ട് തീരുമാനം മാറ്റിയത്. എന്നാൽ പിണക്കം മറക്കാതിരുന്ന തരൂർ ഓപ്പറേഷൻ സിന്ദൂറിൽ സംസാരിക്കാൻ കൂട്ടാക്കിയില്ല. അവിടെയും രക്ഷയ്ക്കെത്തിയത് പ്രിയങ്ക ഗാന്ധിയാണ്. എന്തായാലും തരൂർ തന്നെ നയിക്കുമെന്ന് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം.